കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കും നോട്ടീസ് നൽകി. രാഗിനുണ്ട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ ഫെമ ചട്ടലംഘനത്തിന്റെ കാര്യം തുടക്കത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്ന ഒന്നാണ്. അങ്ങനെ ചട്ടം ലംഘിച്ച് ബോണ്ടിലൂടെ, മസാല ബോണ്ടിലൂടെ ലഭ്യമായ പണം പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നത് നോട്ടീസിൽ എന്താണ് പറയുന്നത്? വിശദാംശങ്ങൾ എന്ത് രാഗിൻ? അതായത് കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് പോയിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകുന്ന നോട്ടീസല്ല, മറിച്ച് കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയിരുന്നു. അതായത് 2019 ആണ് ഈ കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത്. അതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, ഫെമ ലംഘനം ആണ് ഇഡി കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായി നിരവധി പേർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. തോമസ് ഐസക് അതിനെ ചലഞ്ച് ചെയ്യുന്ന നടപടിയടക്കം ഉണ്ടായി. എന്തായാലും അന്വേഷണത്തിനൊടുവിൽ ഇഡി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിരുന്നു. അതാണ് നടപടിക്രമം. അത് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ, അതായത് മുകളിലുള്ള അതോറിറ്റിക്കാണ് ഇഡി കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. ആ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമേശ് ചെന്നിത്തല, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഫെമ ചട്ട ലംഘനം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇഡി നോട്ടീസ് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നു. എന്താണ് താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? മണിക്ക് വളരെ വിശദമായി കാസർഗോഡ് പ്രസ്തബിൽ ഇതിനെപ്പറ്റി രേഖകൾ സഹിതമുള്ള കാര്യം പറയുന്നതാണ്. ഈ ഇഷ്യൂ ഞാനാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ചത്. ഇത് തീർച്ചയായും ഇത് ചട്ടലംഘനമാണ്, ഇതിൽ അഴിമതിയാണ്. അതിന്റെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ളവർക്ക് 10 മണിക്ക് ഞാൻ തരുന്നതാണ്. മുൻ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് അടക്കം ടെലിഫോൺ ലൈനിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും 10 മണിക്ക് വിശദ വിവരങ്ങൾ കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ആദ്യം മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്, ഇതൊരു പരാതിയായി ഉന്നയിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2019 9.72% പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ മസാല ബോണ്ട് ഇറക്കിയത്. അതിൽ നിന്ന് ലഭ്യമായ പണമാണ് പൊതുപ്രവർത്തനത്തിനായി, അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിച്ചത്. അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ നിയമപ്രകാരം അത് ശരിയല്ല, ചട്ടലംഘനമാണ് എന്നതാണ് ഇഡി കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, പറയൂ. അതായത് 2019 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഈ കിഫ്ബി മസാല ബോണ്ട് ഇറക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുകയാണ് ഉണ്ടായത് എന്നതായിരുന്നു വിശദീകരണം. 2150 കോടിയോളം രൂപയാണ് സമാഹരിച്ചത്. അതിൽ ഫെമ നിയമലംഘനമുണ്ട് എന്നതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയായി. കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം പൂർത്തിയായ ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. അതായത് ഈ പോലീസ് നടപടിയൊക്കെ പോലെ തന്നെ കുറ്റപത്രം എന്ന് വിശേഷിപ്പിക്കാം, ആ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന ആളുകൾക്ക് ഷോക്കോസ് നോട്ടീസ് പോകും, കാരണം കാണിക്കൽ നോട്ടീസ് പോകും. ആ അത്തരത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ പോയിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകേണ്ടി വരും. അത് പ്രതിനിധി വഴിയോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഈ മറുപടി ഫയൽ ചെയ്യാം. ആ മറുപടി കിട്ടിയ ശേഷം അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിരിക്കും ഇതിലൊരു തീരുമാനമെടുക്കുക. 2 ഭാഗവും കേട്ട ശേഷം, ഇത് ഫെമ കേസായതുകൊണ്ടാണ് അത്തരം അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപായ കാര്യങ്ങളെത്തിയുള്ള നടപടിക്രമങ്ങൾ. PMLA കേസാണെങ്കിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എന്തായാലും അന്ന് ഈ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. എന്നാൽ അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇഡി അതിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി അതിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. കിഫ്ബി ബോർഡ് യോഗമാണ് ഇത്തരത്തിൽ കിഫ്ബി മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം എടുത്തത് എന്നതായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം, KM ഇബ്രാഹിമിനെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കിഫ്ബി
ചില രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനടക്കം സമർപ്പിച്ചിരുന്നു. ആ രേഖകളടക്കം വിശകലനം ചെയ്തുകൊണ്ടാണ് ED കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്ത നടപടിയിലാണ് ഇപ്പോൾ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോയിരിക്കുന്നത്. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന നോട്ടീസല്ല, മറിച്ച് കാരണം കാണിക്കൽ നോട്ടീസാണ്. അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ഒരു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ഒരു ഷോക്കോസ് പോകും ആ ബന്ധപ്പെട്ട ആളുകൾക്ക്. അതിലാണ് മുഖ്യമന്ത്രിക്ക് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ പരമപ്രധാന ചുമതല മുഖ്യമന്ത്രിക്ക് ഉണ്ട്. അതിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കാരണം കാണിക്കൽ നോട്ടീസ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത്. EDയുടെ കണ്ടെത്തൽ അതിൽ ഫെമ വയലേഷൻ ഉണ്ട് എന്നതാണ്. അത്തരത്തിൽ അവിടെ സമാഹരിച്ച പണം ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിന് ആംഗിൾ ഉണ്ട് എന്നതാണ് EDയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടന്നു വരികയായിരുന്നു. അന്ന് പലർക്കും നോട്ടീസ് നൽകിയിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അന്ന് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നൽകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ED പറഞ്ഞിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല. അതിനുശേഷം അന്വേഷണം പൂർത്തിയാക്കി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ കുറ്റപത്രം എന്ന് വിശേഷിപ്പിക്കാം കംപ്ലൈന്റ് ഫയൽ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു ഷോക്ക് കോസ് പോയിരിക്കുന്നത്.